Hello, welcome back, ladies and gentlemen. So, ഫസ്റ്റ് മോർണിംഗ് തോട്ട്സ് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മോർണിംഗുള്ള തോട്ട്സ് അങ്ങനെയല്ല. ഞാൻ വായിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചില തോട്ട്സ് ഇവിടെ ഷെയർ ചെയ്യുന്നത് മാത്രം. വീട്ടിലായ നോയ്സ് ചിലപ്പം കുറച്ചധികം ഉണ്ടാവും. ഓക്കെ, കമ്മിങ് ബാക്ക്. അപ്പോൾ ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം സീക്രട്ട് എന്നുള്ള പുസ്തകമാണ്. ഇതിലിപ്പോൾ കുറച്ച് ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ഇന്ന് വായിച്ച 2 ചാപ്റ്റേഴ്സ് വെച്ചാൽ ദ സീക്രട്ട് ടു റിലേഷൻഷിപ്പ് ആൻഡ് ദ സീക്രട്ട് ഹെൽത്ത്. റിലേഷൻഷിപ്പ് ഐ വാസ് വെരി ക്യൂരിയസ്. വാട്ട് വിൽ ബി ഡിസ്കസിങ് ഇൻ ദാറ്റ്. ഇതിൽ മറ്റേ നമ്മളെ സാധാരണ യൂട്യൂബ് കാണുന്ന പോലെ ചീപ്പ് ട്രിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ചീപ്പ് ട്രിക്സ് അല്ല, സംഭവം സൈക്കോളജിക്കൽ ട്രിക്സ്. ബട്ട് ടു മൈ സർപ്രൈസ് ഇറ്റ് വാസ് അബ്സല്യൂട്ട്ലി ഡിഫറെന്റ്. The first thing എനിക്കിതിൽ സ്ട്രൈക്കായിട്ടുള്ള കാര്യം ദ പീപ്പിൾ ആർ ജസ്റ്റ് ദി എഫക്റ്റ്, യുവർ തോട്ട്സ് ആർ ദി കോസ്. എന്നുവെച്ചാൽ നമ്മളെങ്ങനെ ചിന്തിക്കുന്നതനുസരിച്ചാണ് പീപ്പിൾ, പക്ഷെ നമുക്ക് ഇട്ടിരിക്കുന്ന ഒരു വില അനുസരിച്ചാണ് പീപ്പിൾ നമുക്ക് ചുറ്റുമുള്ളവരും നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഏറ്റവും വലിയൊരു കാരണം ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഐ വാസ് ടു ഇൻസെക്യൂർ. ബിക്കോസ് എന്നുവെച്ചാൽ ഞാൻ പീപ്പിൾ വാല്യൂസിങ്, പീപ്പിൾ പ്ലീസിങ്, ആൾക്കാർ നല്ലത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോന്നും ചെയ്ത് വിട്ടായിരുന്നു. ബട്ട് ചില ആൾക്കാരൊക്കെ പറയും, ബട്ട് മെജോറിറ്റി ഓഫ് ഒക്കെ പാളാണ് പതിവ്. പിന്നെയാണ് അതിനുശേഷമാണ് ഒരു 10th ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ രീതി മാറ്റിയത്. എന്ന് വെച്ചാൽ വാട്ട് എവർ പീപ്പിൾ സെഡ് ഐ ഡോണ്ട് കെയർ, ഐ വിൽ സ്റ്റാൻഡ് ഫോർ മൈസെൽഫ്. എന്ന് വെച്ചാൽ എനിക്ക് സന്തോഷം, ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ എനിക്കത് വേർത്തായി തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാൻ തുടങ്ങി. സോ അതിനുശേഷം ഐ റിയലി ഫീൽ ഇറ്റ് ചേഞ്ചസ് പീപ്പിൾ അറൗണ്ട് മീ ആൻഡ് ഹൗ ദേ ബിഹേവ് ടു മീ. ആൻഡ് പിന്നെ ഇതില് എന്താ വെച്ചാൽ when you don't feel good about you and you are on a frequency that is attracting more people, situations and circumstances that will continue to make you feel bad about you. നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ഫീൽ ഗുഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ചുറ്റും നമ്മൾ എന്ത് ചെയ്യുന്നത് അട്രാക്ട് ചെയ്യുന്നതും ഫീലിംഗ് ബാഡ് തിങ്സ് ആയിരിക്കും. പക്ഷെ നമ്മളെക്കുറിച്ച് ഫീൽ ഗുഡ് ചെയ്യുമ്പോൾ എന്നുവെച്ചാൽ നമ്മളെ തന്നെ ഒരു തൃപ്തി ഇതാകുമ്പോഴാണ് നമുക്ക് ചുറ്റുമുള്ളതും അതനുസരിച്ച് മാറുന്നതെന്നാണ് ഇതിൽ പറയുന്നത്. ആൻഡ് ഇൻ മൈ കേസ് ദാറ്റ്സ് അബ്സല്യൂട്ട്ലി റൈറ്റ്. പിന്നെ അതിൽ വേറെ കാര്യം എന്ന് വെച്ചാൽ അടുത്തൊരു റിലേഷൻഷിപ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ, അത് ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും, ഇൻ റിലേഷൻഷിപ്പ് വി ആർ സോ യൂസ്ഡ് ടു കംപ്ലൈനിങ് അബൌട്ട് ഈച്ച് അതർ പീപ്പിൾ, but it's always focusing on the other person. But for relationship it really work, we need to focus on what we appreciate about the other person and not we are complaining about. അത് ഞാൻ കുറച്ച് മുമ്പ് ശ്രദ്ധിച്ചു വരുന്നവരാണ്. മാക്സിമം അപ്രിഷിയേറ്റ് ചെയ്യാം. നമ്മൾ ചെറിയ അപ്രിഷിയേഷൻസ് പോലും നമ്മളെ ഔട്ട് ഫ്രണ്ട്സിൽ ഡെയിലി കറക്കി പറഞ്ഞ പോലെ ഹ്യൂമൻ ഇസ് മോസ്റ്റ് കാവിംഗ് തിങ്സ് ടു ബി അപ്രിഷിയേറ്റഡ്. അത് ഒന്ന് മാക്സിമം അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിൽ ഒരു പറയുന്നുണ്ട്. ആൻഡ് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ചാപ്റ്ററിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു കോട്ട് എന്ന് വെച്ചതാണ്, oftentimes you give others opportunity to create your happiness and many times they fail to create it the way you want it. Why? Because only one person can be in charge of your joy, of your bliss, and that's you. So even your parent, your child, your spouse, they do not have the control to create your happiness. They simply have the opportunity to share in your happiness. Your joy lies within you. ഇത് കറക്റ്റ് സാധനം എന്ന് വെച്ചാൽ എവിടെ വരെ എന്ന് വെച്ചാൽ നമ്മൾ അപ്പോൾ ബാക്കിയുള്ളവർ ഓൻ കാരണം നമ്മൾ സന്തോഷിക്കില്ല, അവൾ കാരണം നമ്മൾ സന്തോഷിക്കും, നമ്മൾ ഉമ്മ കാരണം നമ്മൾ സന്തോഷിക്കുന്ന വിചാരിക്കും. ബട്ട് നോബഡി ക്യാൻ മേക്ക് യു ഹാപ്പിനെസ്, ഓൺലി യു ക്യാൻ മേക്ക് യു ഹാപ്പിനെസ്. അപ്പോൾ നമ്മൾക്ക് ഹാപ്പിനെസ് കണ്ടെത്തുന്ന നമ്മൾ ബാക്കിയുള്ളവരുള്ള റെസ്പോൺസിബിലിറ്റി ആയി കൊടുക്കാണ്ട് നമുക്ക് നമ്മളായിട്ടുള്ള ഹാപ്പിനെസ്. ഇതിൽ വേറെ കാര്യം എന്ന് വെച്ചാൽ ദേ സിംപ്ലി ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ടു ഷെയർ ഇൻ യുവർ ഹാപ്പിനെസ്. പക്ഷെ അവരുടെ ഹാപ്പിനെസ് അവർ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാകും, പക്ഷെ അവരല്ല നമുക്ക് വേണ്ടി ചെയ്യുന്നത് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് അതാണ് ഫസ്റ്റ് ഉള്ളത്. വീഡിയോ കുറച്ച് ലെങ്തി ആകുന്നുണ്ടല്ലോ. പക്ഷെ ഫസ്റ്റ് 1-2 ദിവസങ്ങൾക്ക് ഈ വീഡിയോക്ക് ഞാൻ പറഞ്ഞ കാര്യം അത്ര സ്ട്രക്ചേർഡ് ആവണമെന്നില്ല. ബിക്കോസ് ഐ എം സ്റ്റാർട്ടിങ് ന്യൂ. ആൻഡ് പോകെ സ്ട്രക്ചേർഡ് ആവും, ഡിഫൈൻ ചെയ്യും, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുറഞ്ഞു വരും. ലെറ്റ്സ് സീ ഹൗ ഇറ്റ്സ് ഗോയിങ്. That's all. Until next time, take care. Peace out.